ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നല്ല മഴയായിരുന്നു. രാവിലെ തന്നെ കുറച്ച് അമരിക്ക ഉണ്ടായിരുന്നു. അതെടുത്ത് തോരൻ വയ്ക്കാമെന്ന് കരുതി. അപ്പോൾ അതും കുറച്ച് സവാളയും മുളകൊക്കെ എടുത്ത് നല്ലോണം റെഡിയാക്കി. അപ്പോഴാണ് കിളിമീൻ കിട്ടിയത്. അപ്പോൾ അതിനെ വൃത്തിയാക്കി നല്ലോണം ഒന്ന് വരിഞ്ഞെടുക്കുകയാണ്. വരിഞ്ഞ് വയ്ക്കുമ്പോൾ അപ്പോൾ അതിലേക്കുള്ള മസാല അതിലേക്ക് നല്ലോണം പിടിച്ചിരിക്കും. അതിനുവേണ്ടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായി പുരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴത്തേക്ക് അതിലോട്ടെടുത്ത് വെച്ചിട്ടുണ്ട് മീൻ. അത് നല്ലോണം അവിടെ ഇരുന്ന് റെഡി ആയിക്കോളും. പിന്നെ മീൻകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ ഉലുവയും കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് ചെറുതായി മൂപ്പിച്ചിട്ട് തണുത്ത് വരുമ്പം കുറച്ച് ഉള്ളി നന്നായി അടിച്ചെടുക്കണം. ഈ മീനിലേക്ക് ഇടാൻ ഇവിടെ തന്നെ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ ഉണ്ടായ മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഇഞ്ചി ഇട്ട് മൂപ്പിക്കണം. അത് കഴിഞ്ഞ് തക്കാളിയും മുളകും കൂടെ ഇട്ട് നന്നായി വഴറ്റിയിട്ട് പൊടികൾ ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വഴറ്റിയിട്ട് അരച്ച തേങ്ങയും കൂടെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ മീൻ കറി റെഡിയാവും. അതവിടെ നിന്ന് റെഡി ആയിക്കോളും. അടച്ച് വെച്ച് വേവിക്കാം. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ അമരയ്ക്ക തോരനും തയ്യാറാക്കി. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അടച്ച് വെച്ച് അതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ അതിനുള്ള അരപ്പും കൂടെ തയ്യാറാക്കി ഇട്ട് കൊടുത്താൽ നമ്മുടെ അമരയ്ക്ക തോരനും റെഡി ആയിട്ടുണ്ട്. അതിനായി കുറച്ച് കാന്താരി മുളകും തേങ്ങയും വെളുത്തുള്ളിയും മഞ്ഞളും ജീരകവും കൂടെ ഇട്ടാണ് ഞാൻ അരപ്പ് തയ്യാറാക്കിയത്. അപ്പോൾ നമ്മുടെ അമരയ്ക്ക തോരനും റെഡി ആയിട്ടുണ്ട്. രാത്രിയിലത്തേക്ക് അപ്പമാണ്. അതിന് മാവാട്ടി നേരത്തെ വെച്ചിട്ടുണ്ട്. അത് റെഡിയായോ എന്ന് നോക്കുകയായിരുന്നു. റെഡിയായി ഇരിപ്പുണ്ട്. നമുക്ക് അപ്പച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഈ മാവൊന്ന് കോരി ഒഴിച്ച് നോക്കാം റെഡിയായോ ഇല്ലയെന്ന്. നമുക്കൊന്ന് കറക്കിയെടുത്ത് നോക്കാം. ഇപ്പോൾ അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയ അപ്പം റെഡി. അപ്പം ഡിന്നർ റെഡിയായി.